അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ? നമുക്ക് പുനലൂർ വരെ പോയിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിരിക്കാതെ പുനലൂരിട്ടൊക്കെ പോകണ്ടേ കുട്ടികളെ? ആക്ച്വലി ഞാൻ ഈ ഒരുങ്ങുന്നത് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണം, ഡ്രൈവിംഗ് ക്ലാസ് ഇന്നുണ്ടെന്ന് കരുതിയിട്ടാണ്. ഇന്നും ഞങ്ങളുടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ചേട്ടന് എന്തോ വയ്യാഴിക. അപ്പോൾ രാവിലെ വിളിച്ചു പറഞ്ഞു ഇന്ന് ക്ലാസ് ഇല്ലെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടുകുത്തി ഒരുങ്ങിയാൽ എവിടെയെങ്കിലും യാത്ര പോകണം എന്നാണല്ലോ. ഇന്ന് 1-ാം തീയതിയും കൂടെ അല്ലേ, കർക്കിടകം 1 അപ്പം നമുക്ക് നല്ല ശുണ്ട്രിയായിട്ട് പുനലൂർ വരെ പോയിട്ട് വരാം. ഈ കമ്മലാണ് എനിക്ക് കുറച്ചും കൂടെ മാച്ചായിട്ട് തോന്നിയത് ഫസ്റ്റ് ഇട്ടതിനെക്കാട്ടി. ഇത് കെട്ട് കഴിയുമ്പോൾ അസാധ്യ സൗന്ദര്യം ഇപ്പം നിങ്ങൾക്ക് കാണാൻ സുഹൃത്തുക്കളെ, നോക്കിക്കോ. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലോ. ഇതേ നോക്കിയേ, ഈ കമ്മലല്ലേ എനിക്ക് മാച്ച്. ശുണ്ട്രിയായില്ലേ? ശുണ്ട്രി സൂപ്പറല്ലേ? അടുത്ത് നമ്മൾ നമ്മുടെ ലുക്ക് കൂട്ടാൻ പോവുകയാണ്. അടുക്കളയിലെ മഞ്ഞപ്പൊടി എടുക്കുക, വെള്ളം ഒഴിക്കുക, കലക്കുക, നെറ്റിയിൽ കുറി തൊടുക. പ്രത്യേകിച്ച് 1-ാം തീയതി ദിവസങ്ങളിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ കുറി നിർബന്ധ. ഈ കുറി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് വരുന്ന വ്യത്യാസം ശ്രദ്ധിച്ചോണം കേട്ടോ. നല്ല ഐശ്വര്യമായിരിക്കും. കണ്ടോ ചൈതന്യം വന്നു കേട്ടോ, ചൈതന്യം കണ്ടില്ലേ? ഇനി നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. വീട്ടിൽ എവിടൊക്കെ ഏതൊക്കെ മൂലയിൽ എത്ര കണ്ണാടിയുണ്ടോ അതിൽ മൊത്തവും പോയി നമ്മൾ പട്ടിഷോ കാണിക്കണം. നമുക്ക് തന്നെ തോന്നണം നമുക്ക് എന്തൊരു സൗന്ദര്യമാണെന്ന്. അവസാനം ലേറ്റസ്റ്റായിട്ട് വാങ്ങിയ ചപ്പലൊക്കെ ഇട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഗായ്സ്. വരൂ, നമുക്ക് ടാറ്റ പോയിട്ട് വരാം. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിൻഡോ സീറ്റ് മുഖ്യമ്പികിലേ, വിൻഡോ സീറ്റിൽ തന്നെ ഇരുന്ന് പോകണം. കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് മുടിയൊക്കെ ഇങ്ങനെയൊക്കെ പറത്തി നല്ല രസമാണ്. അതൊരു വേറെ ഫീലാണ്. നമ്മുടെ തെന്മലേന്ന് ഒറ്റക്കല്ലിലോട്ട് ജോയിൻ്റ് ആകുന്ന റോഡാട്ടോ ഇത്. ഞങ്ങളുടെ ഈ റോഡുകളിൽ ആഴ്ചയിൽ 1 വീതം കാണും ഓരോ ആക്സിഡൻറ്റ്. അമ്പലത്തിൽ നല്ല ഭക്തിഗാനമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഉറുകുന്ന ജംഗ്ഷനിലെ അമ്പലമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചത്? ശിവക്ഷേത്രമാണേ. നല്ല ഭക്തിഗാനം കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് പോകുന്ന ഒരു വൈബ് തന്നെയാണ്. അങ്ങനെ വന്ന് അവസാനം നമ്മൾ പുനലൂർ ബസ് സ്റ്റാൻഡ് എത്തി കേട്ടോ. ഇതാട്ടോ നമ്മുടെ പുനലൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ വലിയ ഒരു ആൽമരം ഉണ്ടായിരുന്നു കേട്ടോ. വലുതെന്ന് വെച്ചാൽ വളരെ വലുതായിരുന്നു. പക്ഷേ ഈയിടെ അതിൻ്റെ കൊമ്പൊക്കെ മുറിച്ച് ദാ ഈ പരുവാക്കിയിട്ടുണ്ട്. ഞാൻ വന്ന ബസ്സിലേ തെന്മലയിൽ നിന്ന് എൻ്റെ ഒരു പഴയ ക്ലാസ്മേറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അവളും ഞാനും കൂടെ സ്കൂളിലെ കഥകളൊക്കെ പറഞ്ഞ് എന്നാൽ പിന്നെ ചെറിയൊരു മീറ്റപ്പ് പോലെ പൂർണിമ ബേക്കറി കയറി ഒരു ചായ ഒരു പപ്സും കഴിക്കാമെന്ന് കരുതി. ഇതൊക്കെയാണല്ലോ ഫ്രണ്ട്സിനെ വീണ്ടും കാണുമ്പം ആ മധുരം കൂട്ടാനുള്ള ചില പൊടിക്കൈകൾ. ഒരു പപ്സും ചായയൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി വന്നത് നമ്മുടെ കൺമണി ഹെർബൽ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുനലൂർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ ഓഫീസും മാനുഫാക്ചറിങ് യൂണിറ്റും കൂടെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടുന്ന് ഇറങ്ങി നേരെ നമ്മുടെ സ്ഥിരം റിലാക്സിങ് സ്പോട്ട് മനസ്സിലായോ എവിടാന്ന്? റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റ്. നേരെ അങ്ങോട്ടാട്ടോ ചെന്നത്. പച്ചക്കറി സെക്ഷനിലോട്ട് തന്നെയാണ് ഫസ്റ്റ് പോയത്. ഇത് നമ്മുടെ ഉള്ളിപ്പൂവാട്ടോ ഞാൻ കയ്യിലെടുത്ത് വെച്ചേക്കുന്നേ. തോരൻ വെച്ചാൽ നല്ല അസല് ടേസ്റ്റാണ്. മല്ലിയിലേക്ക് 8 രൂപയേ ഉള്ളൂ. എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കയറി 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ഒരു പ്രോഡക്റ്റോ എന്തോ എടുത്തിട്ട് ഞാൻ ബില്ല് ചെയ്തിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. ഇതാ കണ്ടോ ഗൈസ്, മുളപ്പിച്ച പയർ. ഇതൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ സെയിലിന് വെച്ചോ? ഈ ഡ്രാഗൺ എപ്പോഴാണ് കൊട്ടവഞ്ചി കയറിയത്? ഷെടാ, കരിക്ക് വരെ സൂപ്പർ മാർക്കറ്റ് ബാസ്ക്കറ്റിൽ ഇതേ വെച്ചിരിക്കുന്നു സെയിലിന്. എന്താ അല്ലേ? അല്ല, ഈ 99 മാറ്റിയിട്ട് ഒന്നുകൂടെ കൂട്ടി 100 എഴുതിക്കൂടെ കസ്റ്റമറെ പറ്റിക്കാൻ? ദേ എൻ്റെ ഫേവറേറ്റ് ഇപ്പി നൂഡിൽസ്. ഹായ്. ഞാൻ ആകെ എടുത്തത് ഈ 8 രൂപയുടെ മല്ലിയില മാത്രമാണ് ഗൈസ്. അല്ല,
ഇതിപ്പോൾ എന്താ സംഭവം? ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പം കൂടുമെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇപ്പോൾ താഴെ വന്ന് കിടക്കുന്നേ? മുകളിലല്ലേ ഇരിക്കേണ്ടത്? 49 രൂപയുള്ളൂ, ഒരെണ്ണം എടുക്കാമല്ലേ? എൻ്റെ ദൈവമേ, ഈ ചോക്ലേറ്റ് റാക്ക് കണ്ട ഇതിൻ്റെ അടുത്തുനിന്ന് പോകാൻ തോന്നില്ല. നോക്കിയേ, എൻ്റെ ബാസ്കിൻ റോബിൻസ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എണ്ണമൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളിവിടെ തന്നെ ഇരിക്കും, ഞാൻ പോയിട്ട് നാളെ വരാം. ശരി, ഇത്രയും വലിയ ട്രോളിക്കകത്ത് ഈ മൂല കിടക്കാനുള്ള സാധനമേ ഞാൻ എടുത്തുള്ളൂ. നമുക്ക് ട്രോളി മാറ്റാം. ദേ ഈ ബാസ്ക്കറ്റിൽ വെച്ചപ്പം നിറഞ്ഞിരിക്കുന്നു ഗൈസ്. അവിടെ നിന്ന് നേരെ ഇറങ്ങി എല്ലാ ദിവസത്തെയും പോലെ ഡിമാളിലേക്കാണ് കേട്ടോ ഞാൻ കയറിയത്. ഇതാണ് എൻട്രൻസ്. ലെഫ്റ്റ് സൈഡിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നമ്മൾക്ക് വരാം. ഫസ്റ്റ് നമുക്ക് ഈ കുട്ടികളുടെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കണ്ടിട്ട് ഓടി വന്നു കേട്ടോ. നീ ഇതെന്താ ഈ പകർത്തിക്കൊണ്ടിരിക്കുന്നത്, നിനക്ക് വേറെ ഒരു പണിയില്ല എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കിയവൻ. വേറെന്തോടാ, ഇതിനൊരു പേരില്ലേ? എസ്കലേറ്റർ. അപ്പം വന്നതും നിന്നതും എല്ലാം കണക്കാ. എന്നെ പുച്ഛിക്കാനും വേണ്ടിയിട്ടുള്ള വളർച്ചയൊന്നും നിനക്കായിട്ടില്ല. അങ്ങനെ എസ്കലേറ്ററിന് സ്റ്റെപ്പ് എന്ന് പറയുന്നൊരു സുഹൃത്ത് എനിക്കും ഉണ്ടായിരുന്നു കേസ്. അവനെ ഒരു ലോഡ് പുച്ഛിച്ചിട്ട് ഞാൻ നേരെ ഈ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കയറി കേട്ടോ. നമ്മളെപ്പോൾ വന്നാലും ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി നിർത്തരുത്, മിനിമം 2 സൂപ്പർ മാർക്കറ്റിലെങ്കിലും കയറി പർച്ചേസ് ചെയ്യണം. ഇവന്മാരെ എവിടെ കണ്ടാലും എടുത്ത് 2 ഉമ്മ കൊടുക്കാതെ പാൻ തോന്നില്ല എനിക്ക്. ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ടെഡിയൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ ഇവിടെ കുറച്ച് ചോക്ലേറ്റും സ്പൈസസും വെച്ചിരിക്കുന്ന സെക്ഷൻ. അവിടുത്തെ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ? എന്ത് വേണേലും എടുത്തോ, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഫുൾ ഹാപ്പി ആയിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. ലാസ്റ്റ് ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ച് ആളെ യൂട്യൂബ് എടുത്തു തന്നു. ആരെങ്കിലും ചാനലിൻ്റെ പേര് ചോദിച്ചാൽ എനിക്ക് അപ്പോൾ അവരുടെ ഫോൺ വാങ്ങി ചാനലിൻ്റെ പേരെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു അസുഖമാണോ ഗൈസ്? ഇത് നമ്മുടെ ഡിമാളിൻ്റെ മെയിൻ എൻട്രൻസിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലെമൺ ലീഫ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ ഫ്രൈഡ് റൈസ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇവിടെ വന്നാൽ അത് കഴിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് കഴിക്കാൻ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആക്ച്വലി ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ഈ സീറ്റിലൂടെ ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളോ ആരെങ്കിലും ഒരാൾ വേണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുക. ഫ്രൈഡ് റൈസ് വരുന്നത് വരെ നമ്മൾ ഈ വെള്ളം നോക്കി വെള്ളം വിഴുങ്ങിക്കൊണ്ടിരിക്കാം. ബാഗും വാങ്ങിയ സാധനങ്ങളും ഒക്കെ ഒരു സൈഡാക്കി ഞാൻ സ്റ്റിൽ വെയിറ്റിംഗ്. അയ്യോ, അപ്പോഴാണ് ഓർത്തത് കൈ കഴുകാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ വാഷ് ഏരിയയിൽ പോയി കുറച്ച് പട്ടിഷോയും കൂടെ. സ്റ്റിൽ ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രൈഡ് റൈസ്. ഇതുവരെ എത്തിയില്ലല്ലോ. ഇതിനുള്ളിലെ റൂഫിങ്ങും വർക്കും അകത്തെ ഒരു ആംബിയൻസും ഒക്കെ വേറെ ലെവലാട്ടോ. പുനലൂർ ഇത്രയും നല്ല ആംബിയൻസ് ഉള്ള മറ്റൊരു റെസ്റ്റോറൻറ്റ് എനിക്കറിയില്ല. അങ്ങനെ കാത്തിരുന്ന് എൻ്റെ ഫ്രൈഡ് റൈസ് മുമ്പിലെത്തി. നമുക്ക് ആദ്യം ഇതിൽ നിന്ന് വേണ്ടാത്ത 2 സാധനം എടുത്ത് മാറ്റാം. ഈ സ്പൂണും ഫോർക്കും ഇതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മൾ മല്ലൂസിന് കൈകൊണ്ട് കഴിക്കുന്നത്ര തൃപ്തി ഈ ഫോർക്കും സ്പൂണും വെച്ച് കഴിച്ചാൽ കിട്ടുമോ? ഈ പ്ലേറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? നല്ല വിശന്നിരിക്കുമായിരുന്നു. ഈ ടേബിളാണ് ഞാൻ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഫ്രൈഡ് റൈസ് കഴിച്ച ആ ടേബിൾ. ഓക്കെ, ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോന്നേ. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും വിൻഡോ സീറ്റ് പിടിച്ച് യാത്ര തുടർന്നു വീട്ടിലേക്ക്. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ഏരിയ ആയിട്ടുണ്ട്. ചെറിയ മഴച്ചാറ്റലുണ്ട് കേട്ടോ. ഈ ബസ്സിൻ്റെ KSRTC ബസ്സിൻ്റെ
വിൻഡോ സീറ്റിലിരുന്ന് ചെറിയ മഴച്ചാറ്റിലൊക്കെ കൊണ്ട് ദാ ഈ പ്രകൃതി രമണീയതയൊക്കെ അനുഭവിച്ചു പോകുന്നത് ഒരു അനുഭവം തന്നെ. ഭയങ്കര രസമുള്ളൊരു അനുഭവം കേട്ടോ. അധികം താമസിച്ചില്ല. ആ വിൻഡോ സീറ്റിലിരുന്ന് കൊണ്ട ചാറ്റമഴ ഇത്രയും വലിയ മഴയായിട്ട് പെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. വെയിറ്റിംഗ് ഷെഡിൽ കയറി ഇരിപ്പായി. വീട്ടിലേക്ക് പോകണമെങ്കിൽ കയ്യിൽ കുടയില്ല, നനയും. അപ്പം ഞാൻ കരുതി ഞാൻ പഠിച്ച LP സ്കൂൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. ദേ ഈ സ്കൂളിലാണ് കേട്ടോ ഞാൻ 1 തൊട്ട് 5 വരെ പഠിച്ചത്. അങ്ങനെ മഴ കണ്ട് ആസ്വദിച്ചിരുന്നിരുന്നിരുന്നിരുന്ന് സമയം പോയതറിഞ്ഞില്ല. മഴ ഏകദേശം തോർന്നു കേട്ടോ. ഭൂമി മൊത്തത്തിൽ വീട്ടു വന്ന് തണുത്തു. ചെടികളൊക്കെ നനഞ്ഞ് ഹാപ്പിയാ. ഇവന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ ഈ മഴ നനയുന്നത്. മനുഷ്യന്മാർക്കേ ഉള്ളെന്ന് തോന്നുന്നു മഴ പെയ്യുമ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ട്. ഈ നശിച്ച മഴയെന്ന് നമ്മൾ പറയും. ഇതേ കണ്ടോ, ഇവരൊക്കെ എന്ത് ഹാപ്പി ആയിട്ടാണ് ആ മഴയ്ക്ക് ശേഷം നിൽക്കുന്നത്. ഇതേ നോക്കി, എല്ലാവരുടെയും മുഖത്തൊരു പ്രസന്നതയല്ലേ. അങ്ങനെ ഫൈനലി വീട്ടിൽ വന്നു. ഡ്രസ്സൊക്കെ മാറി. പൊട്ടുകൂടെ മാറ്റി വെച്ചേക്കാം. ഇനി ഒരു പോത്തുറക്കം. ഉറക്കം എണീറ്റ് വൈകിട്ട് കടുപ്പത്തിൽ മധുരം കൂട്ടി ഒരു ചായ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.